ഇപ്പോഴത്തെ ടെസ്റ്റ് ചാമ്പ്യന്മാർ ആണ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയാണ് ഇപ്പം നമ്മൾ നാളെ മുതൽ കളി തുടങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് അടുത്ത ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് നീങ്ങുന്ന ഇന്ത്യക്ക് വളരെയധികം പ്രധാനപ്പെട്ട കളിയാണ്. സൗത്ത് ആഫ്രിക്കയെ പറ്റി നമ്മൾ പറയുമ്പം അത് വലിയൊരു ഹിസ്റ്ററി ഉള്ള വലിയൊരു ചരിത്രം എന്ന് പറയാവുന്ന, ഇപ്പം അത്രയും വലിയ ഒരു റേഷ്യൽ സെഗ്രിഗേഷനും അതിനുശേഷം ഐസൊലേഷൻ വന്നു അവർക്ക്. പിന്നെ ബാൻ ഉണ്ടായിരുന്നു, 70s അവർ ബാൻ ചെയ്യപ്പെടുന്നു. പക്ഷെ എത്രയോ പ്രതിഭാധനരായ കളിക്കാർ നമുക്കറിയാവുന്നതാണ്. ഒരുപാട് കളിക്കാരൊക്കെ ഇല്ലാണ്ടായി പോയിട്ടുള്ള ഒരു ചരിത്രം കൂടിയുള്ള ടീമാണ് സൗത്ത് ആഫ്രിക്ക. അപ്പോൾ സൗത്ത് ആഫ്രിക്ക ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ദിലീപ് ആണെങ്കിൽ ഒരുപാട് കളി, എനിക്ക് തോന്നുന്നൊരു ഏതാണ്ട് ഒരു 20 വർഷത്തോളം സൗത്ത് ആഫ്രിക്കേൻ്റെ കളി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ റിപ്പോർട്ടറും കൂടിയാണ്. ഈ ഒരു മാറ്റം, അതിൻ്റെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് മറ്റൊരു ടീമിന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലാണ് സൗത്ത് ആഫ്രിക്കയുടെ ഒരു ചരിത്രപരമായ മുന്നേറ്റം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ദിലീപ് അതിനെ വിലയിരുത്തുന്നത്? എങ്ങനെയാണ് അതില് ഒരു തമാശ എന്താ വെച്ചാൽ, ഈ സൗത്ത് ആഫ്രിക്ക ബാൻ ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ ആയിരുന്നു. ഇന്ത്യ ആന്റി അപ്പാർട്ടൈഡ് മൂവ്മെന്റിന്റെ, അത് നെഹ്റുവിന്റെ കാലം തൊട്ട് പിന്നെ ഇന്ദിരാഗാന്ധി ഇവരൊക്കെ പ്രതിഷേധിച്ചിട്ടാണ്. ഇന്ത്യ ആയിരുന്നു മുന്നിൽ നിന്നിരുന്ന ഒരു രാജ്യം. ബാക്കി വെള്ളക്കാരുടെ രാജ്യങ്ങൾ, ഇപ്പോൾ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഒക്കെ കുറെ പതുക്കെയാണ് അതിന് സമ്മതിച്ചു കൊടുത്തത്. ആദ്യമൊക്കെ അവര് വൈറ്റ്സ് ഓൺലി ഇത് ഓസ്ട്രേലിയയിലൊക്കെ ആ പോളിസി ഉണ്ടായിരുന്നു ഇമിഗ്രേഷന്റെ ഇതില്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പക്ഷെ തിരിച്ചു വരണം. ഈ നെൽസൺ മാൻഡേലയെ ജയിലിൽ നിന്ന് വിടുമ്പോ ആദ്യം ഇവർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കേണ്ടത് ഇന്ത്യയാണ്, ഇവിടെ വന്ന് കളിക്കാൻ. ജഗ്മോഹൻ ഡാൽമിയാണ് അവർക്ക് നിങ്ങൾ കൽക്കട്ടയിൽ വന്ന് എന്തായാലും കളിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കേണ്ടത്. അപ്പൊ ആ 20 കൊല്ലത്തിൽ തന്നെ കുറെ മാറ്റങ്ങൾ തന്നെ സൗത്ത് ആഫ്രിക്കൻ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്, മാൻഡല കാരണം പ്രത്യേകിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ ശരിക്കും നമുക്ക് ആ ടീമിന്റെ കോമ്പസിഷനിൽ ശരിക്കും കാണാം. ആദ്യം ഇവിടെ വന്നതൊക്കെ ഓമാർ ഹെൻറി ഒഴിച്ച് മുഴുവൻ ഒരു വെള്ളക്കാരുടെ ടീമായിരുന്നു. ഇപ്പൊ ക്യാപ്റ്റൻ തെമ്പ ബവൂമ കറുത്ത വർഗ്ഗക്കാരനാണ്, കോച്ച് ശുക്രി കോൺറാഡ് ഒരു കളേർഡ് കളിക്കാരൻ. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു കുറെ പ്രതിഭകളെ ഇല്ലാതെയായി. അത് പക്ഷെ വെള്ളക്കാരായിരുന്നു. അവരുടെ പേരുകൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇപ്പൊ ഒരു സുലൈമാൻ അബദ് അല്ലെങ്കിൽ ശുക്രി കോൺറാഡിന്റെ അച്ഛൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കളേർഡ് ക്രിക്കറ്റർ ആയിരുന്നു. ഇവരെ പറ്റിയൊന്നും ആർക്കും അറിയില്ല. എന്താ വെച്ചാൽ ചരിത്രം എഴുതുന്നത് വെള്ളക്കാരാണ്. അപ്പൊ ഇവരുടെ കരിയർ ഒന്നും ആരും അറിയാതെ നഷ്ടപ്പെട്ടു പോയതാണ് ശരിക്കും. ഈ 2016 തോന്നുന്നു 7 കളേർഡ് കളിക്കാർ വേണമെന്ന് മസ്റ്റായിട്ട് പറയുന്നു. പിന്നെ അത് 2023 ബ്ലാക്ക് ആയിട്ടുള്ള കളിക്കാർ തന്നെ പിന്നെ 6 പേര് വേണമെന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു മാറ്റം ഉണ്ടല്ലോ. അതിൻ്റെ ഒരു ക്രിക്കറ്റിന്റെ ഒരു കൾച്ചറിൽ വരുത്തിയ മാറ്റം എന്താണ്? ക്രിക്കറ്റിന്റെ കൾച്ചറിൽ വരുത്തിയ മാറ്റം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോ ഈ റൂള് പ്രധാനമായിട്ട് പ്രൊവിൻഷ്യൽ ടീമുകൾക്ക് വേണ്ടിയിട്ടാണ്. ഈ അന്താരാഷ്ട്ര ടീമിന്റെ ഇതില് അവര് ശരാശരിയാണ് നോക്കണം. ഇപ്പൊ ചില കളിയിൽ ഇപ്പൊ നിങ്ങൾ 4 ആൾക്കാരെ കളിപ്പിച്ച് അടുത്ത കളിയിൽ 8 ആയാലും കുഴപ്പമില്ല, 6 എങ്ങനെയെങ്കിലും തികച്ചാൽ മതി. അതാണ് അന്താരാഷ്ട്ര ടീമിന്റെ റൂള്. പക്ഷെ പ്രൊവിൻഷ്യൽ ഇതിന്റെ പ്രാധാന്യം എന്താന്ന് പറഞ്ഞാൽ, ഇവർക്കൊന്നും ചാൻസ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പലരും, ഇപ്പൊ നമ്മളെ ഇവിടെ ഇന്ത്യൻ സമൂഹത്തിൽ തന്നെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്ക് മെറിറ്റാണ്. ഒരു അർത്ഥമില്ലാത്തൊരു വാക്കാണ്. അതെ. അപ്പോ ഈ സൗത്ത് ആഫ്രിക്കയിൽ ഇത് തന്നെയായിരുന്നു, മെറിറ്റുള്ള കളിക്കാർ. എന്ത് മെറിറ്റാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഗ്രേം സ്മിത്തിനെ പോലത്തെ ഒരു വെള്ളക്കാരൻ കുറെ കാലം ഏറ്റവും അധികം ഒരു അന്താരാഷ്ട്ര ടീമിനെ ക്യാപ്റ്റൻ ചെയ്തിട്ടുള്ള ആള് സ്മിത്താണ്. സ്മിത്ത് പഠിച്ചത് കിങ് എഡ്വേർഡ് സ്കൂൾ എന്ന് പറഞ്ഞ ജോഹാൻസ്ബർഗിൽ. അവിടെ നമ്മുടെ ഇവിടെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലുള്ളതും അധികം ഫെസിലിറ്റീസ് ആണ് കിങ് എഡ്വേർഡ് സ്കൂളിൽ. അത്രയും നല്ല പിച്ചുകൾ, ഡ്രസ്സിംഗ് റൂം, ജിംനേഷ്യം, സ്വിമ്മിംഗ് പൂൾ എല്ലാം ഉള്ള സ്കൂളാണ്. അതുപോലെ ബ്ലൂംഫോണ്ടെയിനിൽ ഗ്രേറ്റ് കോളേജ്, ഇവർ ആലൻ ഡൊണാൾഡ് അങ്ങനത്തെ ഉള്ളവരൊക്കെ പഠിച്ചത്. കേപ്പ് ടൗണിൽ വൈൻബർഗ് ബോയ്സ് സ്കൂൾ, ജാക്ക് കാലിസ് ഒക്കെ പോയി. ഇതൊക്കെ ശരിക്കും അത്രയും വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് ഉള്ള സ്കൂളുകളാണ്. നേരെ തിരിച്ച് കറുത്ത വർഗ്ഗക്കാരനായ മെക്കാൻറ്റീനിയൊക്കെ പല സമയത്തും സ്കൂളിൽ പോയിട്ടില്ല. ക്രിക്കറ്റ് ബോൾ ആദ്യം പിടിക്കേണ്ടത് 14 വയസ്സിലാണ്. വിന്ററിലൊക്കെ ചാണകത്തിൽ കാല് വെച്ചിട്ടാണ്. ഹീറ്റിംഗ് ഒന്നും ഇല്ല വീട്ടില്. ഇതാണ്. അപ്പൊ ഇങ്ങനത്തെ 2 ആൾക്കാരെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് മെറിറ്റിനെ പറ്റിയിട്ടാ സംസാരിക്കുന്നത്? അപ്പൊ അത് മാറ്റാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനത്തെ പല പ്രോഗ്രാംസും കൊണ്ടുവന്നത്. ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്ക, ഖായ മജോള എന്ന് പറഞ്ഞൊരു കമന്റേറ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം
മുൻകൈ എടുത്തിട്ട് കുറെ കായ മജോള വീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പരിപാടി ഉണ്ട് ഈ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അപ്പൊ അങ്ങനെ കുറെ മാറ്റം വരുത്തി. ഇപ്പൊ അഡ്മിനിസ്ട്രേഷനിലും കുറെ മാറ്റം വന്നിട്ടുണ്ട്. കുറെ ഇന്ത്യൻസും കളേർഡും ബ്ലാക്സും ഒക്കെയാണ് അഡ്മിനിസ്ട്രേഷനിലുള്ളത്. അതുപോലെ ഈ നമ്മൾ ഇന്ത്യയുടെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞല്ലോ, കാരണം ഒരു പൊളിറ്റിക്കൽ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ആദ്യം ബാൻ ചെയ്യണം എന്നുള്ളത് ഒരു ഐസൊലേഷന് വേണ്ടി വാദിച്ചത്. പിന്നെ സ്വീകരിക്കുന്നതും ആ ഒരു കാലത്തിന് ശേഷം സ്വീകരിക്കുന്നതും ഇന്ത്യ തന്നെയാണ്. ഒരു ഭയങ്കര ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ഇന്ത്യയിൽ കാണിച്ചിട്ടുള്ളത്. പക്ഷെ അതുപോലെ തന്നെ ഇന്ത്യക്ക് ഈ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി, അതായത് ഈ സൗത്ത് ആഫ്രിക്കൻ ടീം തന്നെയാണ് ഈ ടെലിവിഷൻ റൈറ്റിന്റെ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിനെ അത്രയും റിച്ച് ആക്കി മാറ്റിയത്. നേരിട്ട് ഞാൻ 2006 ആദ്യം സൗത്ത് ആഫ്രിക്കയിൽ പോയപ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹം ഡോക്ടർ അലി ബാക്കറെ പോയി കാണണമെന്നായിരുന്നു. 70 അവര് ബാൻ ചെയ്യപ്പെടുമ്പോ ആ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. പിന്നീട് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിനെ മുന്നോട്ട് നയിച്ചത് ഈ ഐസൊലേഷനൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ഗവാസ്കറിനോട് കെഞ്ചിയിട്ട് കൂടെ പോയി ഒരു ദിവസം വീട്ടിലേക്ക്. എന്നിട്ട് കുറെ നേരം സംസാരിച്ചു. അപ്പൊ ഡോക്ടർ ബാക്കറാണ് എന്നോട് പറയേണ്ടത്, ഞാനാണ് ഐ ടോട്ട് ജഗ്ഗു ഹൗ ടു മേക്ക് മണി. ഞാൻ വെച്ചാൽ എങ്ങനെ. അപ്പൊ ഇവിടെ 91 നവംബറിലാണ് സൗത്ത് ആഫ്രിക്ക വരുന്നത്. അപ്പൊ നമ്മുടെ TV റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ ഇല്ല ഇതിനെപ്പറ്റി. എല്ലാ കളിയും ദൂരദർശന് കൊടുക്കും, അവര് കാണിക്കണമെങ്കിൽ കാണിക്കും, കാണിക്കില്ലെങ്കിൽ കാണിക്കില്ല, അങ്ങനത്തെ ഒരു ഇടപാടായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോ ഡോക്ടർ ബാക്കർ ഡാൽമിയോട് പറഞ്ഞു, എനിക്ക് പാനസോണിക്, സൗത്ത് ആഫ്രിക്കയിൽ നാഷണൽ പാനസോണിക് $500,000 തരുന്നുണ്ട് ഈ കളിയുടെ ടെലികാസ്റ്റ് അവിടെ എത്തിക്കാൻ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഇവിടെ അറേഞ്ച്മെന്റ് ചെയ്യണം, സാറ്റലൈറ്റ് വഴി എന്തെങ്കിലും ഇതാക്കി. അപ്പൊ ഡാൽമിയുടെ കണ്ണ് തള്ളി. ഇത്ര $500,000 ഞാനിവിടെ ഫ്രീ ആയി കൊടുക്ക ദൂരദർശൻ. അപ്പൊ അവിടുന്നാണ് ഡാൽമിക്ക് മനസ്സിലായത് ഇതിന്റെ പൊട്ടൻഷ്യൽ എന്താണ് എങ്ങനെ. പിന്നെ ടെലിവിഷൻ റൈറ്റ്സിന്റെ വില ഇങ്ങനെ കൂടി 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 ഇപ്പൊ IPL എത്ര 5,000 കോടിയൊക്കെയാണ് ഒരു 4 കൊല്ലത്തെ ഡീലിനൊക്കെ കിട്ടുന്നത്. അപ്പൊ അവിടുന്ന് തുടങ്ങിയതാണ് ശരിക്കും ഈ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഈ വരുമാനം വരുന്ന കാലം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കറിയാവുന്ന സൗത്ത് ആഫ്രിക്കൻ കളിക്കാരെന്ന് പറയുന്നത് പലപ്പോഴും വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ് ചരിത്രമൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും ബാരി റിച്ചാർഡ്സിനെ പോലെയൊക്കെയുള്ള കളിക്കാരെ പറ്റി പറയുന്നത് വെച്ചാൽ 3 ടെസ്റ്റേ കളിച്ചുള്ളൂ. പക്ഷേ 4 ടെസ്റ്റ് കളിച്ചു. അതിനകത്ത് ഏതാണ്ട് 73 ആവറേജ് ഉള്ള കളിക്കാരാണ്. അത് കളിച്ചിരുന്നെങ്കിൽ അത്രയും ഗംഭീരനാവുമായിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ഈ ബാരി റിച്ചാർഡ്സ് ഒക്കെ ആയിട്ട് ദിലീപ് എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സംസാരിച്ചിട്ടുണ്ട്. ബാരി റിച്ചാർഡ്സിനെ പറ്റി നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ ഇവരുടെ ബാറ്റിംഗ്. ഞാൻ ആകെ കണ്ടിട്ടുള്ളത് ജോൺ ആൾട്ട്സ് 10 ഗ്രേറ്റസ്റ്റ് ഇന്നിങ്സ് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടപ്പോ അതില് അധികം അന്താരാഷ്ട്ര മാച്ചിൽ സ്കോർ ചെയ്തത് ഇപ്പൊ വിവ് റിച്ചാർഡ്സിന്റെ 291 ഓവലിൽ അടിച്ച 1976, പിന്നെ ഗവാസ്കറുടെ 221 ഓവലിൽ തന്നെ. ഇതൊക്കെയുള്ള ഇന്നിങ്സ്. ഇതില് ഒരു ഡൊമസ്റ്റിക് ഇംഗ്ലീഷ് ODI മാച്ചിൽ ബാരി റിച്ചാർഡ്സ് അടിച്ചൊരു സെഞ്ചുറി. അപ്പൊ അത് കണ്ടപ്പോ നമുക്കിപ്പോ, ഞാനൊരു എക്സ്പേർട്ട് ഒന്നുമല്ല കളിയുടെ കാര്യത്തിൽ, പക്ഷെ പലപ്പോഴും നമുക്ക് ഒരു കളിക്കാരൻ ഒരു ഇന്നിങ്സ് കളിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം ഇത് വേറെ തന്നെ ഒരു ലെവലാണ്. അങ്ങനെയായിരുന്നു ബാരി റിച്ചാർഡ്സിന്റെ ബാറ്റിംഗ്, ശരിക്കും ഒരു ജീനിയസ് ലെവൽ തന്നെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഏറ്റവും വിശ്വാസം ആ തലമുറയിൽ കളിച്ച കളിക്കാർ പറയുന്നത്. അപ്പൊ ഇവരൊക്കെ ഗ്രെഗ് ചാപ്പൽ ആയാലും വിവ് റിച്ചാർഡ്സ് ആയാലും ഹോൾഡിംഗ് ആയാലും ഇവരൊക്കെ ബാരി റിച്ചാർഡ്സിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്. വേറെ തന്നെ ഗവാസ്കറിന്റെ അതേ ലെവലിലായിരുന്നു എന്നാണ് പലരും പറഞ്ഞത്. അതിനെപ്പറ്റി ഞാൻ ബാരിയോട് സംസാരിച്ചിട്ടുണ്ട്. കുറെ കാലം വളരെ സന്തോഷമായിട്ട് സംസാരിക്കായിരുന്നു ആ കാലത്തെ കളിയെപ്പറ്റി. പിന്നെ എനിക്ക് ഒരിക്കൽ ബാറ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് എവിടെ ഒരു ഫോട്ടോ ഇരിക്കുന്നുണ്ട്, ബാരി റിച്ചാർഡ്സിന്റെ ബാറ്റും ധോണിയുടെ ബാറ്റും കമ്പയർ ചെയ്തിട്ട്. ഒന്ന് ഒരു ഈർക്കല പോലത്തെ ഒരു സാധനം, മറ്റേതൊരു പലകയും. അത് അങ്ങനത്തെ ഒരു കമ്പാരിസൺ ധോണിയുടെ. മറ്റേത് ശരിക്കും ഇത്രേ ഉള്ളൂ, ഗ്രേ നിക്കൽസിന്റെ പഴയ ബാറ്റ്. അത് ഡർബനില് മ്യൂസിയത്തിൽ വെച്ചിരിക്കുക ബാരിയുടെ ബാറ്റ്. 2006 ഞങ്ങൾ തെറ്റി. ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയിൽ നടക്കുമ്പോൾ ബാരി റിച്ചാർഡ്സ് വേൾഡ് ഫീഡിന്റെ കമന്റേറ്റർ ആണ്. അപ്പൊ നമുക്ക് കളി കാണുമ്പോൾ കമന്ററി ഒന്നും കേൾക്കാൻ പറ്റില്ല. എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് അവരുടെ മീഡിയ മാനേജർ ആയിരുന്നു, കറുത്ത വർഗ്ഗക്കാരൻ ഗോർഡൻ ടെമ്പിൾട്ടൺ എന്ന് പറഞ്ഞിട്ട്.
ഗോർഡൻ പെട്ടെന്ന് പ്രസ് ബോക്സിലേക്ക് വരുന്നു. അപ്പൊ ഞാൻ കളി കാണാന്ന് അറിയാം. അപ്പൊ എന്റെ അടുത്തിരുന്നിട്ട് ഒരു പേപ്പറിൽ ഇങ്ങനെ എന്തൊക്കെയോ എഴുതുന്നുണ്ട്. നല്ല മുഖത്ത് നല്ല ദേഷ്യമുണ്ട്. അപ്പൊ ഞാൻ എന്താ ചോദിച്ചപ്പോ ഇത് വായിച്ചോളൂ പിന്നെ പറയാന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ കമന്ററിയില് ബാരി റിച്ചർഡ്സ് ഇവര് രണ്ടുപേരും ഒരുമിച്ച് ബാറ്റ് ചെയ്യുക. ജാക്ക് കാലിസും ലൂട്സ് ബോസ്മൻ എന്ന് പറഞ്ഞൊരു കളേർഡ് കളിക്കാരൻ 14 കളിയേറ്റേ കളിച്ചുള്ളൂ. ലൂട്സ് ബോസ്മനെ എനിക്ക് അറിയുകയും ചെയ്യാം. എന്നുവെച്ചാൽ ഇതിന് 2-3 മാസം മുമ്പ് സൗത്ത് ആഫ്രിക്ക ശ്രീലങ്കയിൽ ഒരു ട്രയാങ്കുലർ സീരീസ് കളിക്കാൻ ഇന്ത്യയും ശ്രീലങ്കയായിട്ട് കളിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ബോംബ് പൊട്ടി ലിബർട്ടി പ്ലാസ ഹോട്ടലിനടുത്ത് തന്നെ. എന്നിട്ട് ഇവര് തിരിച്ചുപോയി. ഇവര് കളിച്ചില്ല. എന്നിട്ട് ഇന്ത്യൻ ശ്രീലങ്ക ഒരു ബയലാട്രൽ സീരീസ് ആക്കി മാറ്റിയത്. അപ്പൊ ആ സമയത്ത് ഇവര് ടീം തിരിച്ചു പോവോ ഇല്ലയോ എന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിൽ 3-4 ദിവസം അവരവിടെ കൊളംബോയില് ഹോട്ടലിലായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും ഞാൻ ഗോർഡന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ഈ കളേർഡ് ക്രിക്കറ്റേഴ്സ് ഒക്കെ എൻറ്റീനി, ലൂട്സ് ബോസ്മൻ, റോജർ ടെലിമാക്കസ് ഇവരൊക്കെ കൂടെ ഉണ്ടാവും. അപ്പൊ എനിക്ക് അങ്ങനെ ഇവനെ അറിയാം. അപ്പൊ ലൂട്സ് ബോസ്മൻ ആ മാച്ചിൽ 39 റൺ എടുത്തു 58 ബോളിൽ. 38 റണ്ണിൽ 38 ബോളിൽ 16 റൺ കാലിസും. ബാരി റിച്ചർഡ്സ് ടിവിയിൽ ചീത്ത പറയുന്നത് മുഴുവൻ ലൂട്സ് ബോസ്മന്, കാലിസിനല്ല. കാലിസിന്റെ സ്ട്രൈക്ക് റേറ്റ് 42-ഉം മറ്റവന്റെ 67-ഉം. പക്ഷെ ചീത്ത മുഴുവൻ അവൻ എന്താ സ്പീഡപ്പ് ചെയ്യാത്തത്. മറ്റേ ലൂട്സ് ബോസ്മൻ ഗിബ്സിന്റെ കൂടെ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ്, അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഗിബ്സ് പിന്നെ വന്ന ഓപ്പണിംഗ് സ്മിത്ത്. ഇവര് രണ്ടായിട്ടുള്ള പാർട്ട്ണർഷിപ്പിൽ നല്ല റേറ്റിൽ സ്കോർ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത റേറ്റിൽ. കാലിസിന്റെ കൂടെ വന്നപ്പോ കാലിസ് സിംഗിളും എടുക്കേണ്ട, സ്ട്രൈക്ക് റൊട്ടേഷൻ ഇല്ല, പക്ഷെ ചീത്ത മുഴുവൻ ഇവന്. അപ്പൊ ഞാൻ അതിനെ പറ്റി എഴുതി. പിന്നീട് ഗോർഡനായിട്ട് സംസാരിച്ചാൽ ഇത് പഴയ സൗത്ത് ആഫ്രിക്കൻസിന്റെ ഒരു മനസ്ഥിതിയാണ് ഇത്. പക്ഷെ ഇദ്ദേഹം പിന്നെ ഇതിനെ വർണ്ണപറിയെ എതിർത്ത ഒരാളായിട്ടില്ലേ പൊതുവെ അറിയപ്പെടുന്നത് ബാരി റിച്ചർഡ്സ്? അത്ര അത് ഏറ്റവും എതിർത്തത് എഡി ബാളോ ആയിരുന്നു. എഡി ബാളോ എന്ന് പറഞ്ഞ ഓൾറൗണ്ടർ, ഒരു ക്യാമ്പയിനർ ആയിരുന്നു ആന്റി അപ്പാർട്ടൈഡ്. ബാരി റിച്ചർഡ്സ് അങ്ങനെ പബ്ലിക്കായിട്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഈ എന്താ പറയുക, ഈ കോട്ട കളിക്കാരെന്നുള്ള ഒരു മനസ്ഥിതി കൊണ്ടുവന്നത് ബാരി റിച്ചർഡ്സിനെ പോലത്തെ കുറെ കമന്റേറ്റേഴ്സ്, അധികം പാറ്റ് സിംകോക്സ്, ബാരി റിച്ചർഡ്സ്, ഇവർക്കൊക്കെ ഒരു പ്രശ്നമായിരുന്നു ഈ കളേർഡ് കളിക്കാർ ടീമിൽ വരുന്നത്. കോട്ട പ്ലേയേഴ്സ് എന്നുള്ള ആ ഒരു യൂസേജ് തന്നെ അങ്ങനെ കൊണ്ടുവന്നതാണ് ശരിക്കും. അപ്പൊ അതിനെപ്പറ്റി ഞാൻ എഴുതി. പിന്നെ അതിനുശേഷം നമ്മൾ സംസാരിച്ചിട്ടില്ല. ഇത്തരം കളിക്കാരെ പറ്റി എഴുതുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും കളേർഡ് ആയിട്ടുള്ള കളിക്കാരെ പറ്റിയൊക്കെ എഴുതുന്ന സമയത്ത് വേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഈ ഹാഷിം ആംലയുടെ ഒക്കെ പ്രശ്നമൊക്കെ. അതെ, ഹാഷിം ആംല ഇന്ത്യയിൽ വെച്ചിട്ടാണ് ഡെബ്യൂ ചെയ്യുന്നത്. കൽക്കത്തയിൽ വെച്ചിട്ടായിരുന്നു 2004. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് കാൺപൂർ ഒരു ഡ്രോ ആയിരുന്നു, അതിൽ കളിച്ചതുമില്ല. അപ്പോൾ മീഡിയ മാനേജർ ജെറൽഡ് ഡിക്കോക്ക് എന്ന് പറഞ്ഞ വെള്ളക്കാരൻ, നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പം എല്ലാ സഹായവും നമുക്ക് തരും. അപ്പം ഞാൻ ആരെ ഇന്റർവ്യൂ ചെയ്യണം, ഞാൻ സ്മിത്തിനെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സീരീസ് കഴിഞ്ഞ ഉടനെ താജ് ബംഗാളിൽ വെച്ച് നമ്മൾ സംസാരിക്കുന്നു. പക്ഷെ എനിക്ക് ഒരാളെയും കൂടി സൺഡേ ടൈംസിന് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവർക്ക് എഴുതിയപ്പോൾ അവിടെ സബ് എഡിറ്റർ ആയിരുന്ന ഒരാൾ എനിക്ക് തിരിച്ചെഴുതി, വൈ ഡോണ്ട് യു ടോക്ക് ടു ഹാഷിം ആംല? എന്തിന് ആദ്യത്തെ കളി കളിച്ചത് മുതൽ അല്ല, ഇഫ് ഹി പ്ലേസ് ഹിൽ ബി ദ ഫസ്റ്റ് ഏഷ്യൻ ടു പ്ലേ ഫോർ സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞു, ഏഷ്യൻ ഓറിജിൻ. അപ്പൊ ഞാൻ പറഞ്ഞു ശരി. ഞാൻ എന്നിട്ട് ജെറൽഡ് ഡിക്കോക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഹാഷിം ആംലയെ കിട്ടുമോ? അല്ല, നിങ്ങൾക്ക് ഡിവിലിയേഴ്സും ഇവരൊന്നും വേണ്ട, ഇവനെ മതി. പറഞ്ഞല്ല, എനിക്ക് ഇവനെ മതി. അപ്പൊ എന്നിട്ട് പോയി. അപ്പൊ ഹാഷിം അപ്പൊ ഡെബ്യൂ ചെയ്തിട്ട് പോലും ഇല്ല, കളിയുടെ തലേന്നാ നമ്മൾ കാണുന്നത്. അപ്പൊ റൂമിൽ കയറിയപ്പോ അപ്പൊ തന്നെ ഒരു വിവാദമായിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഷർട്ടിൽ അവരുടെ കാസിൽ ലാഗറാണ് അവരുടെ സ്പോൺസർ. അപ്പൊ ഹാഷിം അത് ഇടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അപ്പൊ അവന് വേണ്ടി വേറെ തന്നെ ഒരു ഷർട്ട്, ഇത് കാസിൽ ലാഗർ ലോഗോ ഇല്ലാത്ത ഒരു ഷർട്ട് അവർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 21 വയസ്സേ ഉള്ളൂ. അപ്പൊ നമുക്കിപ്പോ ഈ താടി വളർത്തണ മനുഷ്യരെ പറ്റി പല മിസ്കൺസെപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പൊ അതെ, അപ്പൊ ഞാൻ ഇത് താടി തന്നെയാണ് നോക്കേണ്ടത്. അപ്പൊ എന്നോട് നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, യു ക്യാൻ ആസ്ക് അബൌട്ട് ഇറ്റ്, ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാരണം? അപ്പൊ പറഞ്ഞു, എനിക്ക് ഞാൻ ഹൈസ്കൂൾ കഴിഞ്ഞപ്പോ
ഞാൻ വായിച്ചു ഇത് എല്ലാ പ്രോഫിറ്റ്സിനും വലിയ താടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ. വളരെ ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല ശരിക്കും ക്രിക്കറ്റിൽ. രാഹുൽ ദ്രാവിഡും ഹാഷിം ആംലയാണ് ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. എന്നിട്ട് കുറെ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു ഇപ്പൊ എന്റെ റൂമിനെ പറ്റിയൊന്നും എഴുതരുത്, എല്ലാം അവിടെ ഇവിടെയൊക്കെ വാരി വലിച്ചിട്ട് ഒരു ഷൂ ഇവിടെ ഒരു ഷൂ അപ്പുറത്ത് അങ്ങനെയൊക്കെ. എന്നിട്ട് കുറെ നേരം സംസാരിച്ചപ്പോ വളരെ ആരെ പറ്റി മോശമായിട്ട് സംസാരിക്കും. നമ്മൾ റേസിനെയൊക്കെ പറ്റി കുറെ സംസാരിച്ചു, പക്ഷെ ആരെ പറ്റി മോശമായി പറയാതെ പോയിന്റിലെത്തും. ഇപ്പൊ എത്ര സ്ട്രഗിൾ ചെയ്തു. അതിപ്പോ പ്രത്യേകിച്ച് ഹാഷിം കുട്ടിയായിരുന്നപ്പോ അപ്പാർട്ടൈഡ് 7 വയസ്സ് വരെ അപ്പാർട്ടൈഡ് സൗത്ത് ആഫ്രിക്കയിലാണ് ജീവിച്ചത്. അപ്പൊ അങ്ങനത്തെ പല അനുഭവങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് എന്നിട്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്തത് ഇത് ഹാഷിം ആംല ഏഷ്യൻ ഹോപ്പ് എന്ന് പറഞ്ഞൊരു ഹെഡ്ലൈൻ വെച്ച് വലിയൊരു ആർട്ടിക്കിളായിരുന്നു സൺഡേ ടൈംസ്. ഇവിടെ നന്നായി ഒരു 20 റണ്ണായിട്ട് എടുത്തു, നന്നായി ബാറ്റ് ചെയ്തു, പക്ഷെ ഔട്ടായി. ഇർഫാനോ ആരോ ഔട്ടാക്കിയത്. പിന്നെ തിരിച്ച് സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് ഇംഗ്ലണ്ടായിട്ട് 2 മാച്ചിൽ ഫെയിൽ ചെയ്തു. അപ്പൊ ഷോർട്ട് ബോൾ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് കുറെ മെസ്സേജ് കിട്ടാൻ തുടങ്ങി, നീ ഏത് തല്ലിപ്പൊളി കളിക്കാരനെ പറ്റി എഴുതിയത്, വെറുതെ വേസ്റ്റ് ഓഫ് ന്യൂസ് പ്രിന്റ് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ആംല ഒരു ലെജൻഡായി മാറിയപ്പോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, മിണ്ടാതിരുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അതായിരുന്നു ഒരു അനുഭവം. എന്താ വെച്ചാൽ ഇങ്ങനത്തെ കളിക്കാരെ എപ്പോഴും നമ്മള് വേറൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് ജഡ്ജ് ചെയ്യണം. ഇപ്പൊ AB ഡിവിലിയേഴ്സ് ഒക്കെ വളരെ സ്ലോ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത കരിയർ. പക്ഷെ AB ഡിവിലിയേഴ്സിന് അപ്ലൈ ചെയ്ത സ്റ്റാൻഡേർഡ് അല്ല ഹാഷിം ആംലയ്ക്ക്, പ്രത്യേകിച്ച് അവരുടെ മീഡിയയിൽ. ഇന്നിപ്പോ നമ്മളിപ്പം ഇതിന്റെ ചരിത്രവും ഈ പോരാട്ട വീര്യമൊക്കെ എത്രയൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ കളി ജയിക്കുക എന്നൊക്കെ ഉള്ളത് വലിയ പ്രയാസമുള്ള സംഗതിയും കൂടിയാണല്ലോ. ഇനി അങ്ങോട്ടുള്ള കളികൾ, അതായത് ഇപ്പൊ ഈ ടെസ്റ്റുകൾ വെച്ചിട്ട് ദിലീപിന്റെ ഒരു പ്രവചനം എന്തായിരിക്കും? ഏറ്റവും നന്നായി ഞാൻ ക്രിക്കറ്റ് കവർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള 25 കൊല്ലത്തിൽ ഏറ്റവും നന്നായി ഇന്ത്യയിൽ വന്ന് കളിച്ചിട്ടുള്ള ഓവർസീസ് ടീം സൗത്ത് ആഫ്രിക്കയാണ്. ഇപ്പൊ അടുത്ത കാലത്താണ് ഒരു സീരീസ് വളരെ മോശമായിട്ട് തോറ്റത്. അത് പക്ഷെ വളരെ മോശം പിച്ചുകളായിരുന്നു. അതിനു മുമ്പൊക്കെ 2008-ലും 2010-ലും ഒക്കെ അവർ ഓരോ ടെസ്റ്റ് ജയിച്ചു. എപ്പോഴും 2000-ലെ ഒരു സീരീസ് തന്നെ ജയിച്ചു. എപ്പോഴും നമ്മളെ ചാലഞ്ച് ചെയ്തിട്ടുള്ള ഒരു ടീമാണ് സൗത്ത് ആഫ്രിക്ക. അതാ കുറെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉള്ള. ഇത്തവണ അതേപോലെ ഇപ്പൊ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് പാകിസ്ഥാനിൽ പോയ ആദ്യ ടെസ്റ്റ് തോറ്റിട്ട് 2ാമത്തെ ടെസ്റ്റിൽ തിരിച്ചു വന്ന് ജയിച്ചു അവര്. അപ്പൊ അങ്ങനെ ഒരിക്കലും ലൈറ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ടീമല്ല. ഇപ്പൊ ആ ബാറ്റിംഗ് നേരെ നോക്കിക്കഴിഞ്ഞാല് പണ്ടത്തെ പോലെ പേരുകളൊന്നുമില്ല. ഡിവിലിയേഴ്സ്, ആംല, സ്മിത്ത്, ഡ്യൂപ്ലസി അങ്ങനത്തെ പേരുകളില്ല. പക്ഷെ ഒക്കെ വാശിയുള്ള ചെറുപ്പക്കാരാണ്. ഇപ്പൊ ഡിവോൾ ബ്രെവിസ്, ട്രിസ്റ്റൻ സ്റ്റബ്സ്, റയൻ റിക്കിൾട്ടൺ, ടോണി ഡിസോസ് ഇവരൊന്നും ഗെയിമിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല, പക്ഷെ അതിനുള്ള ആഗ്രഹമുണ്ട്. അങ്ങനത്തെ കളിക്കാരെ എപ്പോഴും സൂക്ഷിക്കണം ശരിക്കും. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ടെസ്റ്റ് വരാൻ പോകുന്ന ടെസ്റ്റ് ഇതുണ്ടല്ലോ, നമ്മളിപ്പം നടക്കുന്ന ലോകകപ്പ്, അതിലേക്കുള്ള ഒരു വലിയൊരു പ്രധാനപ്പെട്ട സീരീസ്. നമ്മൾ ഇംഗ്ലണ്ടിൽ നല്ല റിസൾട്ട് ആയിരുന്നു. ഒരു എവേ സീരീസ് 2-2 ഡ്രോ ആക്കാന്ന് പറഞ്ഞാൽ അതിന് കുറെ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചു ഹോം സീരീസിൽ. ഇതാണ് ഓസ്ട്രേലിയ ഇനി വരാനുണ്ട്, അടുത്ത കൊല്ലല്ല 2027 വരാനുണ്ട്. പക്ഷെ അത് ഒഴികെ ഇതാണ് നമ്മുടെ ഏറ്റവും ടഫ് സീരീസ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇതിൽ ജയിക്കാൻ പറ്റുമെങ്കിൽ ശരിക്കും ഒരു കാല് ഫൈനലിൽ എത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നമുക്ക് എന്തായാലും ഒരു പ്രവചനം നടത്താൻ പറ്റില്ല അതിനെ പറ്റില്ലേ? എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ഇപ്പൊ കൽക്കട്ടയിലത്തെ പിച്ച് ഞാൻ കണ്ടിട്ട് തോന്നുന്നത് സാധാരണ കൽക്കട്ട പിച്ച് പോലെ ആദ്യത്തെ 2 ദിവസം ബാറ്റിംഗ് ഫ്രണ്ട്ലി, പിന്നെ ടേൺ ചെയ്യുന്നതാണ് തോന്നുന്നത്. അത്ര വലിയ പുല്ലും ഇതൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ 3 സ്പിന്നേഴ്സ് നമ്മൾ മിക്കവാറും കളിക്കും. ആരാണ് 3ാമത്തെ ആള് എന്ന് മാത്രം. വാഷിംഗ്ടൺ സുന്ദറും ജഡേജ എന്തായാലും കളിക്കും. മറ്റേ 3ാമത്തെ ആള് അക്ഷർ പട്ടേലാണോ കുൽദീപ് ആണോ എന്ന് അവർ ഇന്ന് തീരുമാനിക്കും മിക്കവാറും. അപ്പൊ ആ സ്പിന്നേഴ്സിന്റെ പ്രദർശനം അനുസരിച്ചിരിക്കും. എന്താ വെച്ചാൽ പണ്ട് അശ്വിനുള്ളപ്പോ അശ്വിനും ജഡേജയും ഗ്യാരണ്ടീഡ് ഒരു ഇതായിരുന്നു ഹോം ടെസ്റ്റ്. ഇപ്പൊ ജഡേജ ഒറ്റയ്ക്കായതുകൊണ്ട് ബാക്കിയുള്ളവരെ നമുക്ക് അശ്വിന്റെ അത്ര വിശ്വസിക്കാൻ പറ്റുമോ ആ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.